എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാർട്ടിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാസം നമ്മൾ എല്ലാം തിരിച്ചാണ് റീഡിങ്സ് ചെയ്യുന്നത്, അതായത് രേവതി മുതൽ അശ്വതി വരെയാണ്. ആദ്യം തന്നെ 5 of Cups, King of Pentacles, Emperor, 5 of Swords. ഓക്കെ, സ്റ്റാർ കാർഡ്, ജസ്റ്റിസ് എനർജി. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും പറയുകയാണെങ്കിൽ ഫസ്റ്റ് 5 of Cups ആൻഡ് സ്റ്റാർ കാർഡാണ്. ഈ ഒരു മാസം കർമ്മഫലം എന്നുള്ള ഈ ഒരു മാസത്തിൻ്റെ തീം എന്ന് പറയുന്ന കർമ്മയാണ്. നിങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മാസമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല, ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. പിന്നെ ദൈവാനുഗ്രഹം വേണ്ടുവോളുള്ളൊരു സമയമാണ്. എന്ന് വെച്ചിട്ട് ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ ഓരോരുത്തർക്ക് അബദ്ധങ്ങളോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടിട്ട് നടന്നു പോയിട്ടുള്ള കാര്യങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത്. മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള കർമ്മം അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നത് നല്ലതായിരിക്കും. ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. മറ്റുള്ളവർക്ക് പാപപരിഹാരമായിട്ട് മറ്റുള്ളവർക്ക് ജന്തു ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. ഭക്ഷണം നൽകുക, വെള്ളം നൽകുക, ഇതുപോലുള്ള കാര്യങ്ങൾ. മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ മീനൂട്ട് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള കർമ്മ കാണിക്കുന്നത് കൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. നിങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഒന്ന്. നിങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല, അതായത് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം, മറ്റൊരാളാൽ നിങ്ങൾക്ക് സങ്കടം ജീവിതത്തിൽ അനുഭവം യോഗ്യമായി വന്നിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി അതിനുള്ള കർമ്മം അനുഭവിക്കുന്നതായിട്ട്, അതായത് ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ളതായതുകൊണ്ട് തന്നെ ആ വ്യക്തി വ്യക്തമായിട്ട് ആ വ്യക്തി നിങ്ങളോട് ചെയ്ത കർമ്മത്തിനുള്ള ഫലം അനുഭവിക്കുന്നതും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളോട് വന്ന് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ സാമ്പത്തികമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പണം തട്ടിയെടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ പണം നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള സാധ്യത വരെ ചില ആളുകളിൽ കാണുന്നുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 5 ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർമ്മഫലമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്കിന്, കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ ഒത്തിരി ആത്മാർത്ഥമായിട്ട് ജോലി എടുത്തു, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു, എല്ലാം വ്യക്തമായിട്ട് നല്ല രീതിയിൽ ചെയ്തു എങ്കിൽ പ്രമോഷൻ, ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വലിയ ഹയർ പൊസിഷൻ, മാനേജറിയൽ പൊസിഷൻ, CEO, ഒത്തിരി ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു ഹയർ പൊസിഷനിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ആവാം. ഏത് തരത്തിലാണ് എങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചത്, നിങ്ങൾ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ അനുഭവിച്ചത് അതേ കാര്യങ്ങൾ താഴേക്കിടയിലുള്ള ആളുകളോട് ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ ചില ആളുകളിൽ, എല്ലാവരിലുമല്ല, നമ്മൾ വിജയം തലക്കി പിടിച്ചു എന്ന് പറയുമല്ലോ, അതേപോലെ അവരുടെ ജീവിതത്തിൽ നല്ലത് വരുമ്പോൾ പെട്ടെന്ന് പഴയതെല്ലാം മറന്നു പോവുകയും എന്തൊക്കെയാണ് അനുഭവിച്ചത് അതൊക്കെ മറ്റുള്ളവരെ അനുഭവിപ്പിക്കാൻ സാധ്യതയുള്ള ചില ആളുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ കർമ്മഫലമാണെങ്കിൽ ഭാവിയിലും നിങ്ങളുടെ കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും. അതുകൊണ്ട് നിങ്ങൾ നല്ല പൊസിഷനിൽ എത്തുമ്പോൾ ബാക്കിയുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുക, കാരുണ്യത്തോടു കൂടി പെരുമാറുക. എന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളതല്ല. ചില ആളുകളിൽ അത് പെട്ടെന്ന് ആ ഒരു മാറ്റം, എല്ലാവരും മനുഷ്യരാണ്, ആ ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.
അതേപോലെ തന്നെ എംപ്രർ എനർജി ആൻഡ് സ്റ്റാർ കാർഡാണ്. വളരെയധികം നല്ല സമയമാണ് സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴും ജോലിപരമായിട്ടും. അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി വളരെ ഇൻറ്റ്യൂട്ടീവാണ്, ക്രിയേറ്റീവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കലാമേഖലയിൽ ജോലി ചെയ്യുന്നവർ കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് അല്ലാതെയോ, അതായത് നിങ്ങളൊരു ചിത്രകാരനോ പടം വരയ്ക്കുക, അതായത് പാട്ട് പാടുന്നതോ ഏതെങ്കിലും തരത്തിൽ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഡയറക്റ്റായിട്ട് കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു തലത്തിൽ ഇപ്പോൾ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാമേഖലയിൽ ജോലി ചെയ്യുന്ന, കലാപരമായിട്ട് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ള ഒരു വാർത്ത വായിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലത്തിലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും നല്ല സമയം തന്നെയാണ്. കഴിവുകൾ നിങ്ങളുടെ പുറത്തെടുക്കാൻ പറ്റിയ സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയം കൂടിയിട്ടെന്ന് പറയും. കാരണം നിങ്ങൾ ഇതുവരെ നിങ്ങളൊരു ജോലി ചെയ്തിരുന്നു, അല്ല മുന്നോട്ടേക്ക് വന്നു, പക്ഷെ നിങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ ഇന്ന കഴിവുണ്ട് എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. കലാപരമായിട്ടുള്ള ഇന്ന കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത്. അതേപോലെ ഇവിടെ ചില ആളുകളിൽ ചലച്ചിത്ര സംവിധാനവും ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിത്ര സംയോജനം, ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരാളാണ് എങ്കിൽ അഭിനയത്തിനുള്ളൊരു അവസരം അല്ലെങ്കിൽ സംവിധാനം അതുപോലുള്ള കാര്യങ്ങൾക്കുള്ളൊരു അവസരം കാണിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും അഭിനയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യൂട്യൂബ് ചാനലോ മറ്റുള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഹിറ്റാവുകയും പിന്നീട് അതേ തുടർന്ന് ഭാവിയിലേക്ക് നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. വീണ്ടും നിങ്ങളുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുടുംബത്തിൽ നല്ലൊരു വലിയൊരു ജോലിക്കൊന്നും പോവാത്തൊരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ അതുപോലെയൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ, പൊതുവിൽ ഇപ്പോൾ പറയുന്നു നമ്മൾ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു റെസ്പെക്റ്റ് ലഭിക്കുന്നില്ല. കാരണം നിങ്ങൾ ഒന്നുമല്ല, അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാവാം പൊതുവെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി കൊടുക്കുന്ന അവസരം ഉണ്ട്. ചില ആളുകളിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളൊരു വരുമാനം ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പം ബിസിനസ്സോ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങി അതൊരു വലിയ രീതിയിൽ ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു സമയമാണ്. അതിനടിത്തറ പണിയാൻ അല്ലെങ്കിൽ അടിത്തറ ഇടാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതൊരു വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിലേക്കോ മറ്റോ കൊണ്ടെത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അത് മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി അച്ചീവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ ഒരു വരുമാന മാർഗം എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവർ നിങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു തോന്നൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ ബുള്ളിയും കാര്യങ്ങളൊക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികൾ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ഉപദ്രവിക്കുന്ന, അതായത് മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ തന്നെ ആരെങ്കിലും വഴിയൊക്കെ അതോറിറ്റീസ് അറിയുന്നു അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നീട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതും മനസ്സിന് ഒരു സമാധാനം, അതായത് ദൈവാനുഗ്രഹം ഫീൽ ചെയ്യുന്ന സമയവുമാണ് സൂചിപ്പിക്കുന്നത്. പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം കുറച്ചധികം നാളുകളായിട്ട് പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല ചികിത്സകൾ കാര്യങ്ങൾ നടത്തുന്നുണ്ടാവും, വഴിപാടുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് അതിന് ഫലം ലഭിക്കാതെ വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അതിന് ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. ദൈവാനുഗ്രഹം നല്ല പോലെയുള്ള സമയമാണ്. ഇപ്പോൾ ചികിത്സയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് എങ്കിൽ ഈ ഒരു മാസം അതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ്. സന്താന സൗഭാഗ്യം ഉള്ള സമയമെന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പറ്റിയ സമയമാണെന്ന് പറയാം. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.